ശ്രീ ഗണപതിയെ നമ വിഘ്നമസ്തു. നക്ഷത്രജാലത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് ബെല്ലിൻ്റെ ആകൃതിയിൽ ചിത്രമുണ്ടാകും. അത് തൊട്ട് കഴിയുമ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്നുള്ളൊരു വിഭാഗം തൊട്ട് വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കും. ഇന്ന് ആയില്യം നക്ഷത്രത്തിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. രാശിചക്രത്തിലെ 9ാമത്തെ നക്ഷത്രമാണ് ആയില്യം. ഇത് കർക്കിടക രാശിയിൽ 16.41 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ ആണിതിൻ്റെ സ്ഥാനം. ഇതിൻ്റെ ചിഹ്നം ചുരുണ്ട സർപ്പമാണ്. നക്ഷത്രാധിപൻ ഹിന്ദു ദേവതയായ നാഗങ്ങൾ അല്ലെങ്കിൽ സർപ്പങ്ങളാണ്. ബുധനാണ് ഇതിനെ ഭരിക്കുന്നത്. പ്രിയ ആയില്യം നക്ഷത്രക്കാരെ, ഈ വർഷം ചെറിയ ബുദ്ധിമുട്ടുകൾ, സങ്കീർണതകൾ, വെല്ലുവിളികൾ എന്നിവയോട് സുഗമമായിരിക്കാം. അതായത് ഇതൊക്കെ കൂടിയതാണെങ്കിൽ കൂടി സുഗമമായിരിക്കാം. ജനുവരി മാസം മുതൽ നിങ്ങളുടെ എതിരാളികൾ സജീവമായിരിക്കുമെന്നതിനാൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ജാഗ്രത പാലിക്കുക. അതായത് എതിരാളികൾ ജാഗരൂകരായിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്താലും അതൊരു ജാഗ്രതയോടുകൂടി ചെയ്യുക. നിങ്ങളുടെ ഊർജം വിവേകപൂർവ്വം ഉപയോഗിക്കാനും ഉചിതമായ തന്ത്രങ്ങൾ മെനയാനും ഉപയോഗിക്കുക. പങ്കാളിയോടുള്ള നിങ്ങളുടെ വികാരങ്ങൾ കൂടുതൽ പ്രകടിപ്പിക്കുന്ന ഒരു സമയമാണ്. ആശയവിനിമയത്തിലൂടെ നിങ്ങളുടെ ബന്ധം ശക്തിപ്പെടുത്തുവാനുള്ളൊരു മികച്ച അവസരമായി ഇത് മാറുന്നു. എന്നിരുന്നാലും ഈ സമയത്ത് നിങ്ങളുടെ പങ്കാളിയുടെ ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം. ആശയവിനിമയ കഴിവുകൾ മെച്ചപ്പെടുന്നതിന് അനുകൂലമായൊരു സമയവുമാണിത്. നിങ്ങൾ ആരോഗ്യത്തെക്കുറിച്ച് ജാഗ്രത പാലിക്കുക. കാരണം നിങ്ങൾക്ക് ചർമ്മ സംബന്ധമായ പ്രശ്നങ്ങളോ ശാരീരിക അസ്വസ്ഥതകളോ ഉണ്ടാക്കുന്ന പ്രാണികളുടെ കടിയേൽക്കേണ്ടതായി വരികയോ മറ്റോ ചെയ്തേക്കാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണെങ്കിലും ഒക്കെ ചില പ്രാണികൾ നമ്മളുടെ ശരീരത്തിൽ വന്നിരുന്നത് ചിലപ്പോൾ അത് അലർജി പോലെയൊക്കെ തോന്നാം. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സമയത്തിൻ്റെത് കൊണ്ട് തന്നെ അത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ആശയവിനിമയത്തിനൊക്കെ നല്ലൊരു സമയമായതുകൊണ്ട് തന്നെ അനുകൂലമായ മാസമാണ്. അപ്പോൾ പങ്കാളിയുമായിട്ട് നല്ല രീതിയിലൊക്കെ പോവുക. എന്നിരുന്നാലും അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് ശാരീരിക അസ്വസ്ഥതകളുണ്ടെങ്കിൽ അതൊന്ന് എത്രയും വേഗം ഒന്ന് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുക. വൈദ്യസഹായം തേടുക. ചെറിയ പ്രാണികളുടെയൊക്കെ കടിയേക്കേണ്ടി വന്നേക്കാം. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മളൊരു പ്രാണി കണ്ണിലടിച്ചാലും അത് ചിലപ്പോൾ നിസ്സാരമായിട്ട് തള്ളിക്കളയാം. പക്ഷേ അങ്ങനെ വന്നാലും ഒരു പ്രാണി ചിലപ്പോൾ ശരീരത്തിന് നമുക്ക് ചെറുതായിട്ടൊരു അസ്വസ്ഥത തോന്നാം. ചിലപ്പോൾ അത് വീണ്ടും ചൊറിച്ചിൽ പോലെ ഉണ്ടായിട്ട് ഒരുപാട് വലിയൊരു ഇതിലേക്ക് മാറാം. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നല്ലൊരു മാസം, നല്ലൊരു സമയം തന്നെയാണിത്. എന്തായാലും വിശദമായിട്ടുള്ള വീഡിയോ പുറകെ ഉണ്ടായിരിക്കുന്നതാണ്. ഇതാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്ന എല്ലാവർക്കും നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.